കഞ്ഞിവെള്ളം, ഉലുവ, റോസ്മേരി, ഗ്രാമ്പു ഈ 4 ഐറ്റംസ് വെച്ചിട്ടാണ് ഞങ്ങളുടെ ഹെയർ കെയർ ചെയ്തു വരുന്നത്. ആദ്യത്തെ റോസ്മേരി വാട്ടർ, 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ റോസ്മേരിയും 1 സ്പൂൺ ഗ്രാമ്പും തലേന്ന് നൈറ്റ് തന്നെ ഇട്ട് വയ്ക്കുക. പിറ്റേ ദിവസം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണതിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് അത് അരിച്ച് നമുക്ക് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഉലുവ ഇതുപോലെ തന്നെ 1 സ്പൂൺ തലേ ദിവസം നൈറ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ 1 ഗ്ലാസ് കഞ്ഞിവെള്ളം തലേന്ന് തന്നെ മാറ്റി വയ്ക്കുക. പിറ്റേ ദിവസം ഈ ഉലുവ കഞ്ഞിവെള്ളം കൂടി നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഹെയറിൽ നന്നായി അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ മുടിയെല്ലാം കോന്തി ക്ലീൻ ആക്കുക. അതിനുശേഷം ഞങ്ങൾ ഫസ്റ്റ് ഈ റോസ്മേരി വാട്ടർ നന്നായി സ്പ്രേ ചെയ്യും. നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും മൊത്തം നന്നായിട്ട് റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നന്നായി അതിൻ്റെ ഒപ്പം തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. റോസ്മേരി വാട്ടർ ഞങ്ങൾ എല്ലാ ദിവസവും നന്നായി ഹെയറിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്ത് വരുന്നതാണ്. ഞങ്ങൾ മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. ഈ റോസ്മേരി ഇവിടെ ബോക്സായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. റോസ്മേരി വാട്ടർ നമുക്ക് റെഡിമെയ്ഡായി വാങ്ങാൻ കിട്ടും. പക്ഷെ ഞങ്ങൾ റോസ്മേരി ബോക്സായിട്ട് വാങ്ങിയിട്ട് അത് ഗ്രാമ്പു മിക്സ് ചെയ്തിട്ടാണ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു ബോക്സിന് 4 റിയാലാണ് വരുന്നത്. പിന്നെ ഉലുവ കഞ്ഞിവെള്ളം നമ്മൾ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉലുവ കഞ്ഞിവെള്ളം ഹെയറിൽ നന്നായി സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു ഉലുവ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് നന്നായി വാഷ് ചെയ്ത് കളയാവുന്നതാണ്. റോസ്മേരി വാട്ടർ ഞങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യും. ഉലുവ കഞ്ഞിവെള്ളം ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ. അതും നന്നായി ഹെയറിൽ എല്ലായിടത്തും സ്കാൽപ്പിലും എത്തണ രീതിയിൽ നന്നായി തേച്ച് നന്നായി മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഹെയർ നന്നായി വാഷ് ചെയ്ത് കളയാം. ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഷാമ്പു യൂസ് ചെയ്യണതിന് നന്നായി നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. എന്തായാലും നിങ്ങളിത് ഒരു വട്ടം ചെയ്ത് നോക്കിക്കോളൂ. ഇത് ഉലുവ കഞ്ഞിവെള്ളം എല്ലാം തേച്ച് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും വ്യത്യാസം അറിയാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം, മറക്കല്ലേ.